നമ്മളെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ തെങ്ങിൻപൂക്കില മണ്ഡപത്തിൽ വെച്ചിരുന്നത് ഇങ്ങോട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എറിഞ്ഞ് കളയുന്ന സാധനമല്ലേ. അപ്പോൾ നമ്മളതിൻ്റെ തെങ്ങിൻപൂക്കിൽ ഇച്ചിരി മൂത്തതായിരുന്നു. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് അതിൻ്റെ മുട്ടും കളഞ്ഞില്ല കേട്ടോ. മുട്ട് സാധാരണ ആരും എടുക്കാറില്ല. പക്ഷേ ഞാനത് ഒന്ന് ഹൽവ ഒന്ന് ലേഹായിട്ട് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അത് മുട്ടിച്ചിരി പറിച്ചെടുക്കാൻ കഷ്ടപ്പാടായിരുന്നല്ലോ. അത് പറിച്ചെടുത്ത് രണ്ട് സെപ്പറേറ്റ് വേവിച്ചെടുത്തു കേട്ടോ. വേവിച്ചെടുത്ത് 2 പ്രാവശ്യം തെളി ഊറ്റി അരച്ചെടുക്കണം. മൈദ തെളി ഊറ്റിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദയും കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സഡ് ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുത്ത് അതും ഇതുപോലെ തന്നെ അരിച്ചൊഴിക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തെറുക്കി മേത്തേക്ക്. അപ്പോൾ സൂക്ഷിച്ചത് ആദ്യത്തെ തീ കൂടുതലിട്ടിട്ട് പിന്നെ തീ കുറച്ചിട്ട് വേവിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ വേവിൻ്റെ അനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 ഭാഗത്തോളം വറ്റി വരുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കും. ശർക്കര ഉരുക്കിയപ്പോഴേ എനിക്കൊരു ഇച്ചിരി വെള്ളം കൂടി പോയി. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ഇനി വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി പാത്രത്തിലാക്കി നമ്മൾ ചോറ്റുപാത്രത്തിലാക്കി റെഡിയാക്കി തണുപ്പിച്ച് നോർമൽ എയറിൽ തണുപ്പിച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോറ്റുപാത്രത്തിൽ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അതിൽ ഇച്ചിരി നെയ്യോ എണ്ണയോ തടവി കൊടുത്തിട്ട് ഒഴിച്ചു വെച്ചിട്ട് ശരിക്കും നോർമൽ എയറിലൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാൻ. എന്നിട്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് വീണ്ടും മാറ്റാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഹൽവ ഉണ്ടാക്കിയിട്ട് പട്ടയം പോലെ പോയി. വെള്ളം ഒത്തിരി പോയായിരുന്നല്ലോ. അപ്പം അതാണ് തോന്നുന്നു. എന്താണെങ്കിലും ടേസ്റ്റ് വൈസ് നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഹലുവയെന്നൊക്കെ ഉള്ളതിന് പറ്റിപ്പോയതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നമ്മൾ മെയിനായിട്ട് തെങ്ങിൻപൂക്കിലയുടെ ഗുണം അത് നമ്മൾ ഉപയോഗപ്പെടുത്തി. കാരണം ചിന്തിക്കേണ്ട അപ്പം ചിന്തിച്ചാൽ മതി. പോരെ.